ഡോക്ടർ അജയ്, ഒരുപാട് ആൾക്കാർ ഇന്നിപ്പോൾ നമ്മുടെ അടുത്ത് ബ്രേക്കിൽ പ്ലക്സസ് ട്രീറ്റ്മെന്റ് വരാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 3-4 മാസം ഒക്കെ പരിക്ക് പറ്റിയിട്ടുള്ള ഒരാൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നു. അപ്പോൾ നമ്മൾ സർജറി റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇവർ മിക്കവാറും ആൾക്കാർ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സർജറി കഴിഞ്ഞിട്ട് മേ ബി അതുവരെ കൈ തളർന്ന ഒരാൾ സർജറി കഴിയുമ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് റീകവറി ഉണ്ടാവുമോ, പെട്ടെന്ന് തന്നെ കൈ അനക്കി തുടങ്ങുമോ സർജറി കഴിഞ്ഞിട്ട്? അതിന്റെ എങ്ങനെയാണ് ഒരു റീകവറി പീരിയഡ് സാധാരണ വരാറ് സർജറി കഴിഞ്ഞിട്ട്? അപ്പോൾ നമ്മൾ ഒരു ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി വന്നു കഴിയുമ്പോൾ നമ്മുടെ മസിലിലേക്കുള്ള ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽസ് അവിടെ കട്ടാവാണ് ആ ഇഞ്ചുറി പോയിന്റിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ബ്രേക്കിയൽ പ്ലെക്സസ് സർജറി ചെയ്യുമ്പോൾ നമ്മൾ പുതിയ നെർവ് കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് തൊട്ട് മസിൽ വരെ ഒരു ദിവസം 1 മില്ലിമീറ്റർ ആ ഒരു കണക്കിലാണ് ഈ സിഗ്നൽ പ്രോഗ്രസ് ചെയ്ത് വരിക. അപ്പോൾ അത്രയും സമയം അതിന് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായും 1 മാസം കൊണ്ട് പെട്ടെന്ന് ആ കൈ അനക്കാൻ സാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് എത്രയുണ്ടോ, അത് ഏത് ലെവലിൽ വെച്ചാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ 4 മാസം 6 മാസം തൊട്ട് തന്നെ റിസൾട്ടുകൾ കണ്ടു തുടങ്ങാം. പൂർണ്ണമായിട്ട് പവർ എല്ലാം വരണമെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരാം. അപ്പോൾ ഡോക്ടർ അജയ് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു കറണ്ട് കണക്ഷൻ അല്ലെങ്കിൽ ഒരു കറണ്ടിന്റെ ലൈൻ കട്ടാകുമ്പോൾ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ അവിടെ ഒരു കറണ്ട് കത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബൾബ് കത്തുന്ന പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നെർവ് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ആ ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട്, ഇമ്മീഡിയറ്റ് അല്ല, അവിടുന്ന് ആ പോയിന്റിൽ നിന്ന് ഡെയിലി അത് അവിടുന്ന് നെർവ് ഒരു 1 മില്ലിമീറ്റർ വളർന്ന് വന്ന് ആ ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സർജറി ചില കേസിൽ ഒട്ടും ഡിലേ ആക്കരുത് എന്ന് പറയണത്.